ഇനി ഇവിടെ ആരാണ് സിഗരറ്റ് വലിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഇന്ന് എന്തായാലും ഞാൻ പിടിച്ചിരിക്കും. സിഗരറ്റ് വലിച്ച ആള് കുടുങ്ങി. അപ്പൊ അച്ഛേ നിങ്ങളാണല്ലേ സിഗരറ്റ് വലിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ല ജയനെ പറ്റിക്കാൻ പറ്റൂല. സിഗരറ്റാ? അങ്കിളാണ് അവിടെ കൊണ്ടുപോയത് സിഗരറ്റ്? അതെ, അത് വെറും സിഗരറ്റ് അല്ല, കുരുമുളക് ഇട്ട സിഗരറ്റായിരുന്നു. അതെന്തിനാ അതിനകത്ത് കുരുമുളക് ഇട്ടത്? ഓ, അതറിയില്ല. കുരുമുളക് ഇട്ടാലല്ലേ നിങ്ങൾ വലിക്കുമ്പോൾ തുമ്മുള്ളൂ. നിങ്ങൾ തുമ്മിയാലല്ലേ ആരാണ് സിഗരറ്റ് വലിച്ചതെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മക്കളെ രണ്ടുപേരും വരി വരി, തുമ്മി വാ 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 വാ. മക്കൾ വിടാൻ വല്ലാത്ത പണിയായിപ്പോ. ആണ് എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഒരുമിച്ചിരുന്ന് കള്ളു കുടിച്ചിട്ടില്ലേ? അതെല്ലാം ഓക്കെ. പക്ഷേ സിഗരറ്റ് വലി അത്ര നല്ലതല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ഞാനങ്ങനെ വലിക്കാറില്ല. എനിക്കൊരു സ്റ്റോറി ആലോചിക്കാനുണ്ടായിരുന്നു, അപ്പൊ അറിയാതെ ഒന്ന് വലിച്ചു പോയതാ. സ്ഥിരം വലിക്കുന്ന ആളല്ല. ശരി, എങ്ങനെയായിരുന്നാല് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ വലിച്ചത് വരെ ഇരിക്കട്ടെ. ഇനി അങ്ങോട്ട് സിഗരറ്റ് വലിക്കരുത്. നിങ്ങളെ എൻ്റെ ചാരുമോളെയും അവന്തി മോളെയും കണ്ടുപിടിക്ക്. അവർക്ക് ഇങ്ങനെയുള്ള യാതൊരു ദുശീലങ്ങളും ഇല്ല കേട്ടാ. ഇങ്ങോട്ട് വാ, രണ്ടുപേരും ഇങ്ങോട്ട് വരും. അവന്തി, ചാരുമോളെ, നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നാ? നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടാ വിചാരിച്ചിരുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അമ്മാവാ? നിങ്ങൾ ഒന്നും പറയണ്ട കേട്ടാ. ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. അതുമല്ല, സിഗരറ്റ് വലിക്കുന്ന പിള്ളേരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവള് പറയട്ടെ. എന്റെ പൊന്നമ്മ, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ മനഃപൂർവ്വം വലിച്ചതല്ല. ഇവളുമായിട്ട് ബെറ്റ് വെച്ച് വലിച്ചതാ. അതിനിടയ്ക്ക് അതിനകത്ത് ഏതോ ഒരു കാലം മറന്ന് എന്തോ കൊണ്ടിട്ട് അത് നല്ലതായിട്ട് എനിക്ക് വലിക്കാൻ പോലും പറ്റാഞ്ഞ്. സോറി അമ്മാവ, ഇനി ഒരിക്കലും ചെയ്യത്തില്ല, പ്രോമിസ്. വേണ്ട, നിങ്ങൾ ഇനിയും ചെയ്യും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ മുതലെടുത്തത്. അമ്മാവ, നമ്മളിനി വലിക്കത്തില്ല അമ്മാവ, സത്യമായിട്ട് പറയുവാ. സത്യമാണോ?